എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 2. പൊൻകുന്നം വർക്കിയുടെ ഓർമ്മ ദിനമാണിന്ന്. മലയാള സാഹിത്യ ഭാഷയെ സമ്പന്നമാക്കിയ എഴുത്തുകാരിൽ ഒരാളാണ് പൊൻകുന്നം വർക്കി. ആലപ്പുഴ ജില്ലയിൽ എടത്വ എന്ന സ്ഥലത്ത് 1910 ജൂലൈ 1 തീയതിയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം കോട്ടയം ജില്ലയിലെ പൊൻകുന്നം എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റുകയായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം ഭാഷാധ്യാപകനായി ജീവിതം ആരംഭിച്ച പൊൻകുന്നം വർക്കി തിരുമുൽ കാഴ്ച എന്ന കൃതിയുമായാണ് മലയാള സാഹിത്യ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1939 ഈ കൃതി പ്രകാശിതമാവുന്നത്. ഈ കൃതിക്ക് മദ്രാസ് സർവകലാശാലയിൽ നിന്നൊരു പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. സമൂഹത്തിലെ, പ്രത്യേകിച്ച് സ്വന്തം സമുദായത്തിലെ തെറ്റുകളെ തുറന്നു കാണിക്കാനാണ് അദ്ദേഹം തന്റെ ഭാഷാ വൈഭവത്തെ ഉപയോഗിച്ചത്. പക്ഷേ പൊൻകുന്നം വർക്കിയുടെ ഈ നിലപാടുകളോട് യോജിക്കാൻ അന്നത്തെ പ്രമാണിമാർക്കും മതമേധാവികൾക്കും കഴിഞ്ഞില്ല. ഇത് അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുകയും അദ്ദേഹത്തിനെതിരെ പരസ്യമായ നിലപാടെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിലെ അധ്യാപന വൃത്തിയിൽ നിന്നും അദ്ദേഹത്തിന് പുറത്തേക്ക് പോരേണ്ടി വന്നു. ഭരണാധികാരിയുടെ കണ്ണിൽ പോലും അദ്ദേഹം കരടായി മാറി. പൊൻകുന്നം വർക്കിയുടെ ഒരു കഥയുണ്ട്. മോഡൽ എന്നാണ് ആ കഥയുടെ പേര്. CP രാമസ്വാമി അയ്യരെ വല്ലാതെ പ്രകോപിപ്പിച്ച ഒരു കഥയായിരുന്നു അത്. ആ കഥ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരെ വന്നു. അധ്യാപന ജോലിയിൽ നിന്നും പുറത്തേക്ക് വന്ന അദ്ദേഹത്തെ ആകർഷിച്ചത് അപ്പോൾ ഇന്ത്യയൊട്ടാകെ അലയടിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളായിരുന്നു. അദ്ദേഹവും ആ വഴിയിലേക്ക് എടുത്തു ചാടി. അതിന്റെ പേരിലും ജയിൽവാസത്തിനും ഇടവന്നു. എഴുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം. ഏതാണ്ട് 50ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ചെറുകഥയും നോവലും നാടകവും തിരക്കഥയും കവിതയും ലേഖനങ്ങളും എല്ലാം ഉണ്ട്. കൺമുമ്പിലെ കാഴ്ചകളുടെ നേർകണ്ണാടിയായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. ചുറ്റിലും കാണുന്ന കാഴ്ചകളും കൺമുമ്പിലെ മനുഷ്യരും അദ്ദേഹത്തിന്റെ രചനകളിൽ സ്ഥാനം പിടിച്ചു. പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ എന്ന ഒരു കഥ അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ സൂക്ഷ്മതലത്തിലുള്ള ഒരു ഉദാഹരണമാണ്. ഈ കഥയിലെ കണ്ണൻ എന്ന കാള ആത്മാവുള്ള ഒരു കഥാപാത്രമായി കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു. കഥാന്ത്യത്തിലെ കണ്ണന്റെ വേർപാട് ആരെയും കണ്ണു നനയിക്കും. കണ്ണന്റെ മൃതദേഹത്തിനും വേദനിക്കുന്ന ആ കൃഷിക്കാരനും മുകളിൽ ആ ചുക്കിലി പിടിച്ച കലപ്പയിൽ ഇരുന്ന് ഒരു പല്ലി എന്തൊക്കെയോ ചിലച്ചു. ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. കേരളത്തിലെ പുരോഗമന സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെട്ടിരുന്നു. പുരോഗമന സാഹിത്യ സംഘത്തിന്റെ സെക്രട്ടറിയായി 5 വർഷം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും നാഷണൽ ബുക്ക് സ്റ്റാളിന്റെയും സ്ഥാപകരിൽ ഒരാളായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് അംഗം എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിലും അദ്ദേഹം സജീവമായിരുന്നു. 8 സിനിമകൾക്ക് അദ്ദേഹം കഥ എഴുതി. 19 സിനിമകൾക്ക് സംഭാഷണം രചിച്ചു. 17 സിനിമകൾക്ക് തിരക്കഥ എഴുതി. 2 ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. മാഗ്ഡ എന്ന സംഘടനയുടെ ഓണററി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1994 വള്ളത്തോൾ അവാർഡ്, 1997 എഴുത്തച്ഛൻ പുരസ്കാരം, 2002 ലളിതാംബിക സാഹിത്യ അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2004 ജൂലൈ 2 തന്റെ 93-ാം ജന്മദിനത്തിന്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം മരണപ്പെട്ടു. ജീവിതകാലം മുഴുവൻ മതമേധാവിത്വത്തോട് കലഹിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയാണ് ഉണ്ടായത്. തന്റെ ജീവിതകാലം അത്രയും നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയിലെയും സമുദായത്തിലെയും അനാചാരങ്ങൾക്കും
തെറ്റുകൾക്കുമെതിരെ ഉറക്കെ ശബ്ദിച്ച വ്യക്തിയാണ് പൊൻകുന്നം വർക്കി. മലയാള ഭാഷാ ചരിത്രത്തിൽ അദ്ദേഹം വെട്ടിത്തെളിച്ച ഒരു പാതയുണ്ട്. അതിപ്പോഴും തെളിഞ്ഞങ്ങനെ കിടക്കുകയാണ്.